Hi to all, welcome back to Fawzlim's World. ഇന്നത്തെ വീഡിയോ ശാസ്ത്രദിന ക്വിസ്, സയൻസ് ഡേ ക്വിസ്. ദേശീയ ശാസ്ത്ര ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 28. ഇന്ത്യയിൽ ഏത് വർഷം മുതലാണ് ദേശീയ ശാസ്ത്ര ദിനം ആഘോഷിച്ചു തുടങ്ങിയത്? 1987. ലോക ശാസ്ത്ര ദിനം എന്നാണ്? നവംബർ 10. CV രാമന്റെ കണ്ടെത്തൽ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? രാമൻ പ്രഭാവം, രാമൻ എഫക്റ്റ്. CV രാമന്റെ കണ്ടുപിടുത്തം എന്താണ് കൈകാര്യം ചെയ്യുന്നത്? പ്രകാശത്തിന്റെ വിസരണം. ഭൗതികശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? CV രാമൻ. CV രാമന് നോബൽ സമ്മാനം ലഭിച്ച വർഷം ഏതാണ്? 1930. ആകാശവും ആഴക്കടലും നീലനിറത്തിൽ കാണപ്പെടുന്നതിന് കാരണമായ പ്രതിഭാസം ഏതാണ്? വിസരണം. CV രാമൻ ജനിച്ചത് എവിടെയാണ്? തിരുച്ചിറപ്പള്ളി, തമിഴ്നാട്. ആദ്യമായി ഊർജതന്ത്രത്തിന് നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? CV രാമൻ. കടലിന്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? CV രാമൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ. ഇന്ത്യയിൽ ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായി ആഘോഷിക്കുന്നത് എന്തുകൊണ്ട്? CV രാമന്റെ രാമൻ പ്രഭാവം പ്രസിദ്ധീകരിക്കപ്പെട്ട ദിനമാണ് ഫെബ്രുവരി 28. ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു എന്നറിയപ്പെടുന്നത്? ട്രാൻസിസ്റ്റർ. 1954 CV രാമനോടൊപ്പം ഭാരതരത്ന പുരസ്കാരം നേടിയവർ ആരൊക്കെയാണ്? C രാജഗോപാലാചാരി, ഡോക്ടർ S രാധാകൃഷ്ണൻ. 2013 മുതൽ അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റി രാമൻ പ്രഭാവത്തിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ഇന്റർനാഷണൽ ഹിസ്റ്റോറിക് കെമിക്കൽ ലാൻഡ്മാർക്ക്. രാമൻ പ്രഭാവം എന്തിനെ കുറിച്ചുള്ള കണ്ടുപിടുത്തമാണ്? പ്രകാശത്തിന്റെ വിസരണം, ലൈറ്റ് സ്കാറ്ററിംഗ്. 2022 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? അലൈൻ ആസ്പെക്ട്, ഫ്രാൻസ്. ജോൺ എഫ് കൗസർ, അമേരിക്ക. ആന്റൺ സൈലിംഗർ, ഓസ്ട്രേലിയ. രാമൻ ഇഫക്റ്റ് കണ്ടുപിടുത്തത്തിൽ CV രാമന്റെ മുഖ്യ സഹായിയായി പ്രവർത്തിച്ചത് ആര്? KS കൃഷ്ണൻ. പ്രകാശത്തിന്റെ പ്രാഥമിക വർണ്ണങ്ങൾ ഏതെല്ലാം?
നീല, പച്ച, ചുവപ്പ്. പ്രാഥമിക വർണ്ണങ്ങൾ കണ്ടെത്തിയത് ആരാണ്? തോമസ് യങ്. ഏറ്റവും തരംഗ ദൈർഘ്യം കുറഞ്ഞ വർണ്ണം ഏതാണ്? വയലറ്റ്. ഏറ്റവും തരംഗ ദൈർഘ്യം കൂടിയ വർണ്ണം ഏതാണ്? ചുവപ്പ്. ദ്രാവകങ്ങളിലെ പ്രകാശത്തിന്റെ വിസരണവുമായി ബന്ധപ്പെട്ട പ്രതിഭാസം ഏത്? രാമൻ പ്രഭാവം. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ഏതാണ്? ലിഥിയം. ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഏതാണ്? ഓസ്മിയം. സി.വി. രാമൻ അന്തരിച്ചത് എന്നാണ്? 1970 നവംബർ 21. സി.വി. രാമന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തത് എവിടെയാണ്? രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. Thanks for watching. God bless you all. See you at next video. Bye bye. Take care.